ഐതിഹാസികമായ മുന്നേറ്റം നിയാസിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുകയുണ്ടായി. 29,000-ത്തിലും 35,000-ത്തിലുമൊക്കെ ലീഗ് ജയിച്ചിരുന്ന നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നിയാസ് ഉയർത്തിയ ആവേശത്തിരമാലയിൽ പലരും ഞെട്ടിവിറച്ചു. കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു UDF. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ ചില സൂചനകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കുലുക്കിയാൽ കുലുങ്ങാത്ത കോട്ടകളും പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകൊത്തളങ്ങളും ഇല്ല എന്ന് ഈ ജില്ല മനസ്സിലാക്കിയത്. അന്നായിരുന്നു ഈ വിനീതൻ കുറ്റിപ്പുറത്ത് അവിടുത്തെ ജനങ്ങളുടെ വലിയ പിന്തുണയിൽ അത്യുജ്വലമായ വിജയം നേടിയത്. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരുപാട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ടായി. നിയാസ് പരാജയപ്പെട്ടത് മുടിനാരിയുടെ വ്യത്യാസത്തിന് മാത്രമാണ്. പെരിന്തൽമണ്ണയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശശികുമാറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു തലനാരിഴക്ക് മാത്രം. മംഗളയിൽ ഇടതുപക്ഷത്തിന്റെ വിജയം 1000 വോട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് നിൽക്കുന്ന കാഴ്ചക്ക് മലപ്പുറം സാക്ഷ്യം വഹിച്ചു. തവനൂരിലും പൊന്നാനിയിലും 16,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം വിജയിച്ചു കയറി. ഒരിക്കലും UDF തോൽക്കാതിരുന്ന താനൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിപ്പോയാൽ മതി, ഒരു കുടക്കാല് സ്ഥാനാർത്ഥിയായാലും താനൂർ ജയിക്കും എന്ന് പറഞ്ഞിരുന്നിടത്താണ് വി അബ്ദുറഹിമാൻ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അത്യുജ്വലമായ വിജയം അവിടെ നേടിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുറഹിമാൻ പരാജയപ്പെട്ടത് കേവലം 25,000 വോട്ടുകൾക്ക് മാത്രമായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയാസ് വിജയത്തിന്റെ അടുത്തെത്തി. ഈ തീരപ്രദേശ നിയോജക മണ്ഡലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയാസിന്റെ തലയിൽ വിജയത്തിന്റെ തൊപ്പി വെച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ മേഖലയിൽ ഇത്ര വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്? അത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. കാലാകാലങ്ങളായി മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ തങ്ങൾ ജയിച്ചുകൊള്ളുമെന്ന് കരുതി ജനങ്ങളുടെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നതിന് ജനങ്ങൾ നൽകിയ കടുത്ത മറുപടിയാണ് അവയെല്ലാം. ഈ വേദിയിൽ തന്നെ ഇരിക്കുന്നവരിൽ പലരുടെയും മുഖം എനിക്ക് സുപരിചിതമാണ്. മുൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് യാക്കോബ് ഉൾപ്പെടെയുള്ള
മുസ്ലിം ലീഗിന്റെ മുന്നണി നിരയിൽ പ്രവർത്തിച്ചിരുന്നവരെ പലരെയും എനിക്കിവിടെ കാണുവാൻ കഴിയുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു. ഇവിടെ ഈ നാട് പുരോഗമിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും വേണം. ഏതെങ്കിലും ആളുകളുടെ പഴംപുരാണത്തിൽ കെട്ടിത്തൂങ്ങി നിൽക്കാനല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ഇന്നുവരെ തീരദേശത്തെത്തിക്കുവാൻ വേണ്ടി കഴിയാത്തവരെ ഞങ്ങൾ എന്തിന് പിന്തുണക്കണമെന്ന് ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കടലോര മേഖല ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിലനിൽക്കുന്ന മേഖലയാണ്. ആ മേഖലയിലെ ജനങ്ങൾ പാവപ്പെട്ടവരും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുമാണ്. അവരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരുപാട് വർഷത്തെ ഭരണം കൊണ്ടും വിജയം കൊണ്ടും എന്തുകൊണ്ടാണ് സാധ്യമാകാതെ പോയത്? ആ ഒരു തിരിച്ചറിവ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതിന്റെ ലക്ഷണമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ട LDFന്റെ അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം. ഇത് നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകണം. മതന്യൂനപക്ഷങ്ങൾക്ക്, വിശിഷ്യ മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്നു BJPയുടെ ഭരണത്തിൽ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടമായതുകൊണ്ട് മാത്രം ഉത്തരേന്ത്യയിലെ പോലെ അവർക്കും നേരെ വലിയ മെക്കെട്ട് കയറലുകൾ നടക്കുന്നില്ല എന്നുള്ളത് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ചില ആളുകളുടെ നേതൃത്വത്തിൽ തീവ്രവാദത്തിലേക്ക് ചലിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് മതനിരപേക്ഷവാദികൾ നൽകി. സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗം ആ മുന്നറിയിപ്പിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിച്ചു. RSSനെയും BJPയെയും നഖശിഖാന്തം എതിർക്കാൻ ഈ രാജ്യത്ത് ധൈര്യമുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ്, ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമാണ് എന്ന് അനുഭവത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞു. RSSന്റെ ആക്രമണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ആർക്കുണ്ടിവിടെ ആത്മധൈര്യം? BJPയെയും RSSന്റെ തത്വദർശനങ്ങളെയും എതിർക്കാൻ ഇന്നുവരെ UDF ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും BJPയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ട് അവരുണ്ടാക്കി. ബേപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരായി UDFും BJPയും സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി. വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥിക്കെതിരെ UDFും BJPയും ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചു. വോട്ടുകളുടെ കണക്കുകൾ കൊണ്ട് അവിടങ്ങളിലൊക്കെ UDF BJP സ്ഥാനാർത്ഥികൾ ജയിക്കണമായിരുന്നു. പക്ഷെ അവിടെ ഇടതുപക്ഷ മുന്നണിയുടെ വിജയക്കൊടി പാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലമായാൽ അതിന്റെ എല്ലാ ഗുണഫലങ്ങളും ലഭിക്കാൻ വേണ്ടി പോകുന്നത് RSSനും BJPക്കുമാണ്. ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് മതനിരപേക്ഷവാദികളായ മനുഷ്യരുടെ ഐക്യനിര ഉയർന്നു വരണം. ആ ഐക്യനിരയിൽ മതന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണം.
അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിന് മാത്രമേ അവർ നാട്ടിൽ നേരിടുന്ന ഭീഷണമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ സാധ്യമാവുകയുള്ളൂ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും RSSും തമ്മിൽ വലിയ സംഘർഷത്തിലും സംഘട്ടനത്തിലുമാണ് എന്ന് പറയുന്നു. ഈ സംഘട്ടനവും സംഘർഷവും എന്ന് തുടങ്ങിയതാണ്. ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ അധികാര സ്ഥിരാകേന്ദ്രത്തിലേക്ക് നടന്ന് അടുത്ത RSSന്റെയും BJPയുടെയും തന്ത്രം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ പരീക്ഷിക്കാൻ അവർ ശ്രമിച്ചു നോക്കി. തലശ്ശേരിയിലെ മുസ്ലിം പള്ളി തകർത്തുകൊണ്ട് വലിയ തോതിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് കളമൊരുക്കപ്പെട്ട സന്ദർഭത്തിൽ അതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചു. അങ്ങനെയാണ് RSSും CPMും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ തുടക്കം കുറിക്കപ്പെട്ടത്. പള്ളി പൊളിക്കാൻ വന്ന RSSകാരെ കയ്യൂക്കുകൊണ്ട് തന്നെ നേരിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കെതിരായി RSS അഴിച്ചുവിട്ട ആക്രമണത്തിൽ സഖാവ് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് RSSകാരെ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിലല്ല കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് RSS സംഘടന നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയെ അപമാനിക്കാൻ RSSകാരെ മുന്നോട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിനെ എതിർക്കാൻ വേണ്ടി മുതിർന്നതിന്റെ വെളിച്ചത്തിലുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSS സംഘടനം തുടങ്ങിയത്. ഒരു മുസ്ലിം പള്ളി തകർത്തുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും മതസഹിഷ്ണുതയും ഇല്ലാതാക്കാൻ വർഗീയവാദികൾ ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ, പള്ളിയുടെ സംരക്ഷണം യാഥാർത്ഥ്യമാക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ച ഘട്ടത്തിലാണ് RSSനോട് പടവെട്ടി ആദ്യത്തെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSS സംഘർഷത്തിലെ രക്തസാക്ഷി പിറന്നത്. അന്ന് തുടങ്ങിയതാണ് RSSും CPMും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ആശയ സംഘർഷം. 100-ലധികം പ്രവർത്തകന്മാരുടെ ജീവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, വിശിഷ്ട CPIMന് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസും വലതുപക്ഷ പാർട്ടികളും ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളും സത്യത്തിൽ RSSുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നതിന് പകരം ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ അടുത്താണ് RSSകാരൻ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ പരപ്പനങ്ങാടിക്കടുത്ത് കൊല ചെയ്തത്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനാകുമോ UDF ആയിരുന്നു ഭരിച്ചിരുന്നത് എങ്കിൽ ഫൈസലിന്റെ ഘാതകന്മാരെ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ കഴിയുമായിരുന്നു എന്ന്? ഫൈസലിന്റെ കൊലക്കുറ്റത്തിൽ പങ്കാളികളായിട്ടുള്ള ഏതാണ്ട് എല്ലാവരെയും കയ്യാമം വെച്ച് ജയിലിലാക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുമുന്നണിയും ഭരിച്ചതുകൊണ്ടാണ് സാധ്യമായത് എന്നുള്ളതിൽ ആർക്കാണ് തർക്കം? പകൽ RSSും പകല് വലതുപക്ഷ പാർട്ടിയും, രാത്രി RSSും. അതായിരുന്നില്ലേ ഇക്കാലം അത്രയും അനുവർത്തിച്ചു കൊണ്ടിരുന്നത്? അതിലൊരു മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ സാന്നിധ്യത്തിലാണ് നമ്മളുടെ നാട്ടിൽ ഉണ്ടായത്. ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലായിരുന്നു എങ്കിൽ എന്നോ കേരളം ഒരു ഗുജറാത്ത് ആകുമായിരുന്നു.
ചിലരെങ്കിലും പറയാറുണ്ട് കേരളത്തിലെ RSSകാര് കുറച്ച് മര്യാദക്കാരാണ്, ഇവിടുത്തെ BJPക്കാര് ഇതര സംസ്ഥാനങ്ങളിലെ BJPക്കാരെ പോലെ അല്ല. എങ്ങനെയാണ് ഇവിടുത്തെ RSSും ഇവിടുത്തെ BJPയും മര്യാദക്കാരായത്? ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകമാണ് RSSന്റെ ലോകം മുഴുവനുള്ള ബൈബിൾ എന്ന് പറയുന്നത്. ഗുജറാത്തിൽ അവരെ കാണിച്ച അതിക്രമങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർ കാണിച്ചു. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന് അവർക്ക് മുതിരാൻ സാധ്യമാകാതെ പോകുന്നത് കേരളത്തിൽ ഏതെങ്കിലും വലതുപക്ഷ പാർട്ടികൾ ഉള്ളത് കൊണ്ടല്ല. ഇഞ്ചോടിഞ്ച് അവരോട് പൊരുതി നിൽക്കുവാനുള്ള ആൺകുട്ടികൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് RSSനെയും BJPയെയും അവരുടെ ഗുജറാത്ത് മനോഭാവത്തിൽ നിന്ന് മര്യാദക്കാരന്റെ തലത്തിലേക്ക് മാറ്റിയെടുത്തത്. അവര് സ്വയം മര്യാദക്കാരായതല്ല, അവർ വെറുതെ മര്യാദക്കാരായി തീർന്നതല്ല, അവരെ മര്യാദക്കാരാക്കിയതാണ് ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ ചുണക്കുട്ടികൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇടതുപക്ഷത്ത് ഏൽക്കുന്ന ഏത് പോറലും നാട്ടിൽ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കും. ഇടതുപക്ഷ മുന്നണി കേൾക്കുന്ന ഓരോ തോൽവിയും RSSനും BJPക്കും കേരളത്തിൽ ഊക്ക് പകരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് പോലും വലതുപക്ഷ പാർട്ടികളുടെ UDFന്റെ വോട്ട് ചോർച്ച മൂലമാണ് എന്നാർക്കാണ് അറിയാത്തത്? UDF 3ാം സ്ഥാനത്തേക്ക് പോയി. അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന UDF 3ാം സ്ഥാനത്തേക്ക് പോയെന്ന് മാത്രമല്ല 25,000 വോട്ടിന്റെ കുറവും അവർക്കുണ്ടായി. ആ വോട്ടുകൾ മുഴുവൻ പോയത് BJPയുടെ പെട്ടിയിലേക്കാണ്, O രാജഗോപാലിന്റെ പെട്ടിയിലേക്കാണ്. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകണം. തീരദേശ മേഖലയുടെ വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കണം. കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കയങ്ങളിൽ നിന്ന് അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ, സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. തീരദേശ മേഖലയിൽ ഫ്ളാറ്റുകളുടെ സമുച്ചയങ്ങൾ ഉയരാൻ വേണ്ടി പോവുകയാണ്. CRZ നിയമങ്ങൾ നിലനിൽക്കെ തന്നെ കടലോര പ്രദേശത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി വീടുകൾ ഉയരാൻ വേണ്ടി പോവുകയാണ്. ക്ഷേമ പെൻഷനുകൾ മുഴുവൻ LDF 1000 രൂപയാക്കി ഉയർത്തിയെന്ന് മാത്രമല്ല എല്ലാവർക്കും അത് നൽകി. ഇതുവരെ ഒരുപാട് പ്രയാസങ്ങൾ പല മേഖലയിലും നിലനിന്നിരുന്നു. അത് ദൂരീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. APLകാരെയും BPLകാരെയും തിരിച്ച് അരി കൊടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അതിക്രൂരമായ വിവേചനം നമ്മുടെ നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ ഈ സർക്കാർ എന്ത് വില കൊടുത്തും നേരിടും. ഇക്കാലം അത്രയും അരി ലഭിച്ചിരുന്നവർക്ക് മുഴുവൻ അതേ തോതിൽ പല കാരണങ്ങൾ കൊണ്ടും വീട് നിർമ്മിച്ചിട്ടും വീട്ടു നമ്പരിട്ട് കൊടുക്കാത്തതിന്റെ അന്ത്യം കുറിച്ചു. 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു.
ആ കമ്മിറ്റിയുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കി കൊന്നുകളഞ്ഞു UDF. ആ നിയമം വീണ്ടും LDF സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഒരുമിച്ച് പരിശോധന നടത്തി 2008 മുൻപ് തൂർന്ന ഭൂമിയിലോ തൂർക്കപ്പെട്ട ഭൂമിയിലോ ആരെങ്കിലും കെട്ടിടങ്ങളോ വീടുകളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് അംഗീകാരം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. 1500 സ്ക്വയർ ഫീറ്റിലും കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള വീടുകൾക്ക് ഫൈൻ കെട്ടി റെഗുലറൈസ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. തീരദേശ മേഖലയിലും നിരവധി വീടുകൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാത്ത പ്രശ്നങ്ങളുണ്ട്. എന്തു വില കൊടുത്തും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ ന്യൂനപക്ഷ വികസന ക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാൻ എന്റെ ഗുരുനാഥനും കൂടിയായിട്ടുള്ള പ്രൊഫസർ AP അബ്ദുൽ വഹാബ് സാഹിബ് വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായിട്ടൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിയാസിനെ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയ സോപാനത്തിന്റെ അടുത്തെത്തിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെന്ന് പറഞ്ഞാലും നിയാസിനെ വിജയത്തിന്റെ സോപാനത്തിൽ നിങ്ങൾ എത്തിച്ചേ അടങ്ങാവൂ. നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ ഊർജവും അതിലേക്കായി നിങ്ങൾ നീക്കിവെക്കുക. എല്ലാ അഹങ്കാരികൾക്കും ഒരു പതനമുണ്ടാകും. എല്ലാ ധിക്കാരത്തിനും ഒരന്ത്യമുണ്ടാകും. ഫറോവയുടെ ധിക്കാരം ഈ ലോകത്ത് കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്രൂദിന്റെ ധിക്കാരവും അഹങ്കാരവും ഈ ഭൂമുഖത്ത് കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹിറ്റ്ലറിന്റെ ഫാഷിസം മണ്ണോട് മണ്ണ് ചേർന്നിട്ടുണ്ട് ഈ നാട്ടിലെങ്കിൽ, മുസോളിനിയുടെ സർവാധിപത്യത്തിന്റെ ചരമക്കുറിപ്പെഴുതാൻ ഈ ലോകത്തിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ, തിരൂരങ്ങാടിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിയാസിന്റെ വിജയം ഈ നാട്ടിലെ ജനങ്ങൾ ഉറപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഉച്ചയിസ്തരം ഉദ്ഘോഷിക്കുവാൻ എനിക്ക് അശേഷം മടിയില്ല. ഈ ജനകീയ മുന്നണി ഇതേ ആർജവത്തിൽ ഇതേ ആവേശത്തിൽ മുന്നോട്ട് പോകണം. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ വരെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ജനകീയ മുന്നണിയുടെ കൈകളിലെത്തും. വിശ്രമമില്ലാത്ത അധ്വാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അസാധ്യം എന്ന് പറഞ്ഞിരുന്നതിനെ നമുക്ക് സാധ്യമാക്കണം. തീരദേശത്തിന്റെ ജീവൽഗന്ധിയായ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണണം. അതിനുവേണ്ടി ജനകീയ മുന്നണിയെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സിഡ്കോയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട നിയാസിന് നൽകപ്പെടുന്ന ഈ രാജോചിതമായ സ്വീകരണം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.